നമസ്കാരം, സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ക്വിസ് കോമ്പറ്റീഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ പോലെയല്ല, കുറച്ച് ചേഞ്ചസ് ഒക്കെ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ 3 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണമായിരുന്നു. ഇനി മുതൽ വീക്കിലി നടത്തുന്ന ക്വിസ് കോമ്പറ്റീഷനിൽ ഒരേ ഒരു ചോദ്യത്തിന് മാത്രം ആൻസർ ചെയ്തിരുന്നാൽ മതിയാകും. മാത്രമല്ല, കുറച്ച് ക്രൈറ്റീരിയയും കൂടി കടന്നു കിട്ടേണ്ടതുണ്ട്. എന്തൊക്കെ ക്രൈറ്റീരിയ ആണെന്നുള്ളതും പിന്നെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കുറച്ച് ഡീറ്റെയിൽസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ പൗസ് ചെയ്ത് ശ്രദ്ധാപൂർവം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ക്വിസ് അറ്റൻഡ് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെയാണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം പുനലൂർ. പുനലൂർ പേപ്പർ മിൽ സ്ഥാപിച്ചത് 1888-ലാണ്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ പുനലൂരാണ് സ്ഥാപിച്ചത്. പുനലൂർ പേപ്പർ മിൽ സ്ഥാപിച്ച വർഷം 1888. അടുത്ത ക്വസ്റ്റ്യൻ. അസ്ഥികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അസ്ഥികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജിയാണ് അസ്ഥികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. മറ്റ് ഓപ്ഷൻസ് നോക്കാം. അനേമോളജി കാറ്റിനെക്കുറിച്ചുള്ള പഠനമാണ്. അനേമോളജി കാറ്റിനെക്കുറിച്ചുള്ള പഠനം. നെഫോളജി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം. നെഫോളജി എന്താണ്? മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം. കാർഡിയോളജി ഹൃദയത്തെയും രക്തയോട്ട വ്യവസ്ഥയും കുറിച്ചുള്ള പഠനം. ഹൃദയത്തെയും രക്തയോട്ട വ്യവസ്ഥയും കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ആരാണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ്. ഉത്തരം ജീൻ ഡ്രസ്സെ. ജീൻ ഡ്രസ്സെ ആണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2005-ലാണ്. ഇതിന്റെ ലക്ഷ്യം ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് കുറഞ്ഞത് 100 ദിവസം തൊഴിലുറപ്പ് നൽകുക എന്നതാണ്. ആദ്യമായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശിലെ 5 ജില്ലകളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയത് ആരാണ്? മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയത് PJ ആന്റണി. PJ ആന്റണിയാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഏഷ്യയിലെ രാജ്യം. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഏഷ്യയിലെ രാജ്യം ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഏഷ്യയിലെ രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ. മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൈക്രോബയോളജിയുടെ പിതാവ്. ലൂയിസ് പാസ്ചർ. ലൂയിസ് പാസ്ചർ ആണ് മൈക്രോബയോളജിയുടെ പിതാവ്. ഇദ്ദേഹം പാസ്ചറൈസേഷൻ എന്ന രീതി വികസിപ്പിച്ചു. ക്ഷീരം, വീഞ്ഞ് മുതലായവയുടെ ദോഷകരമായ ബാക്ടീരിയ നശിപ്പിക്കുന്ന വിധമാണ് പാസ്ചറൈസേഷൻ. ജീവാണു സിദ്ധാന്തം, ജേം തിയറി ഓഫ് ഡിസീസ് അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ്. റാബീസ് വാക്സിൻ കണ്ടെത്തിയതും ലൂയിസ് പാസ്ചർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ക്വിസ് കോമ്പറ്റീഷനിലേക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ. ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻസ്: അസിറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ഫോർമിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഉത്തരം അറിയാവുന്നവർ ഇപ്പം തന്നെ കമൻറ്റിൽ ഇടുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഉത്തരം ഹോമി ജെ ഭാഭ. ഹോമി ജെ ഭാഭയായിരുന്നു ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിച്ചത് 1948-ലാണ്. ഹോമി ജെ ഭാഭ ദി ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസ് എന്ന് അറിയപ്പെടുന്നു. ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസ് ആരാണ്? ഹോമി ജെ ഭാഭ. അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ
ഗ്രീൻലാൻഡിൻ്റെ തലസ്ഥാനം ഏതാണ്? ഉത്തരം നൂക്ക്. നൂക്കാണ് ഗ്രീൻലാൻഡിൻ്റെ തലസ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ ഭാഗമാണ്, എന്നാൽ സ്വയം ഭരണമുള്ള പ്രദേശമാണ്. ഗ്രീൻലാൻഡിൻ്റെ പ്രധാന ഭാഷ ഗ്രീൻലാൻഡിക്കും ഡാനിഷുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേയൊരു കേരളീയൻ ആരാണ്? ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേയൊരു കേരളീയൻ. ഉത്തരം ജി.പി. പിള്ള. ജി.പി. പിള്ളയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേയൊരു കേരളീയൻ. ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്.